നിത്യ പ്രവീൺ തിരുവല്ലയിൽ നിന്ന് വരുന്നു. നമ്മുടെ ജീവിതത്തിന് 2 ഘട്ടങ്ങളാണുള്ളത്. ഏതാണെന്നറിയാവോ? 1 കല്യാണത്തിന് മുന്നും, 2 കല്യാണത്തിന് ശേഷവും. ഈ കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ? ഇത് പറഞ്ഞപ്പോ എന്റെ കെട്ടിയവൻ പറയുവാ അയാൾക്ക് അത്ര വലിയ സന്തോഷമൊന്നും ഇല്ലെന്ന്. ഈ സന്തോഷം എന്ന് പറയുമ്പോൾ പല വിധത്തിലാണ്. ഇപ്പം കല്യാണം കഴിക്കാൻ വന്ന ചെറുക്കൻ്റെ പെണ്ണിന്റെ വീട്ടുകാർക്കാണെങ്കിൽ 2 കുടുംബങ്ങൾ ഒന്നിക്കുന്നു എന്നുള്ള സന്തോഷം, ഇവരുടെ കൂട്ടുകാർക്കാണെങ്കിൽ 2 എണ്ണം അടിക്കാന്നുള്ള സന്തോഷം. പിന്നെ ചില അമ്മാവന്മാരുണ്ട്, അവർക്കാണെങ്കിൽ നാളത്തെ സദ്യ കൊണ്ടിട്ട് എങ്ങനെ കുറ്റം പറയാമെന്ന് ആലോചിച്ചുള്ള സന്തോഷം. ഇതിലൊക്കെ ഉപരി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന 2 പേരാണ് ചെറുക്കനും പെണ്ണും. അപ്പോഴും എൻ്റെ കെട്ടിയവൻ വന്നിട്ട് പറഞ്ഞ് അത് അവൻ്റെ ഒടുക്കത്തെ സന്തോഷമായിരിക്കുമെന്ന്. എന്നിട്ട് തന്നെ ഈ മരങ്ങോടൻ്റെ അടുത്തുനിന്ന് നൈസായിട്ട് ഞാനിങ്ങ് മാറിയിരുന്നു. എന്തിനാ വെറുതെ നമ്മുടെ ഉള്ള സന്തോഷം കളയാൻ നിൽക്കുന്നത്? അതിനാവശ്യമുണ്ടോ? ഈ ഉണ്ടവന് ഇല കിട്ടാഞ്ഞിട്ടും ഉണ്ണാത്തവന് പാ കിട്ടാഞ്ഞിട്ടും ഇത് 2 കിട്ടിയവന് വേണ്ടാന്ന് തോന്നിപ്പോവും. അതാണ് കല്യാണം എന്ന് പറയുന്നത്. ഇത് പറഞ്ഞപ്പോഴേട്ടോ ഞാൻ ആലോചിച്ചത് എൻ്റെ ചേച്ചിയുടെ കല്യാണം. ചേച്ചിയുടെ വലിയൊരാഗ്രഹമായിരുന്നു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുക എന്നത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് കല്യാണം കഴിക്കുക എന്നത് നല്ല കാര്യവും സുഖമായി ജീവിക്കുക എന്നത് വെറുതെ ആയിരുന്നെന്ന്. ഈ കല്യാണത്തിന് മുന്നേ പെണ്ണ് കാണാൻ ചടങ്ങെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. എൻ്റെ ചേച്ചിക്കാണെങ്കിൽ അത്യാവശ്യം ചൊവ്വാദോഷമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പെണ്ണ് കാണാൻ കുറേ പേരൊക്കെ വന്നിട്ടേ അതങ്ങ് മുടങ്ങിപ്പോയി. ഇനി ഇത് ചൊവ്വയുടെ ദോഷം കൊണ്ടാണോ അതോ നമ്മുടെ നാട്ടുകാരൻ്റെ നാക്കിൻ്റെ ദോഷം കൊണ്ടാണോ എന്ന് ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ അവസാനം എൻ്റെ ചേട്ടൻ്റെ ഒരു 2-3 കാര്യമില്ലാത്ത 2-3 കൂട്ടുകാരും ചേട്ടൻ്റെ അപ്പൂപ്പനോടാണ് പെണ്ണ് കാണാൻ വരുന്നത്. ഈ പെണ്ണ് കണ്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ കാരണവന്മാരായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോന്ന്. ഇത് കേട്ടതും ഞങ്ങളുടെ ജാനു അമ്മൂമ്മ അടുക്കള എന്നോണ്ട് എനിക്ക് സംസാരിക്കാനുണ്ടോന്ന്. മാമൻ ചോദിച്ച അമ്മയ്ക്ക് എന്തോ ചെറുക്കനോട് സംസാരിക്കാനുള്ളത്? എനിക്ക് ചെറുക്കനോടല്ല ചെറുക്കൻ്റെ അപ്പൂപ്പനോടാ സംസാരിക്കാനുള്ളതെന്ന്. ആ ഫാനിന്റെ സ്പീഡൊന്ന് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അന്നേരം വായു വലിച്ച് മുകളിലോട്ട് പാനിക്കുന്ന ഈ വല്യപ്പനോട് ഇവർക്ക് എന്താ സംസാരിക്കാനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ അമ്മൂമ്മയ്ക്കൊരു സ്വഭാവമുണ്ട് കേട്ടോ. ഒരിച്ചിരി സന്തോഷം കൂടി കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്നത് ആരാണോ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ അങ്ങ് കൊടുക്കും. അങ്ങനെ അമ്മൂമ്മ ഓടി വന്ന് എൻ്റെ ചേട്ടനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞ്, മോനെ നീ എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കണേന്ന്. അടുത്തുമ്മ ചേട്ടൻ്റെ കൂട്ടുകാർക്കിട്ടായിരുന്നു എന്തിനോ എന്തോ. അവസാനത്തുമ്മ അമ്മൂമ്മ പ്രതീക്ഷിച്ചാക്കന്നെ അപ്പൂപ്പന് അടുത്തോട്ട് ചെന്നതും എൻ്റെ അപ്പച്ചി കെട്ടി അങ്ങ് പിടിച്ചു. എൻ്റെ പൊന്നമ്മ ചോദിക്കരുത് അത് ചെറുക്കൻ്റെ അപ്പൂപ്പനാന്ന്. അമ്മൂമ്മ നേരെ അപ്പച്ചി ഒരു നോട്ടം നോക്കിയിട്ട് അടുക്കളയിലോട്ട് ഒറ്റ പോക്ക, ഭിത്തിയിലോട്ട് ഒറ്റ ഇടി, ജസ്റ്റ് മിസ്. എടി ഓരും പെട്ടോളെ, നിന്നെ ഇതുവരെ ഞാൻ ഈ പഞ്ചായത്തിൽ പോലും കണ്ടില്ലല്ലേ, ഇപ്പൊ എവിടെ നിന്ന് കെട്ടിയെടുത്തോണ്ട് വന്നെന്ന്. ചേട്ടൻ്റെ വീട്ടിലോട്ട് കല്യാണം കഴിഞ്ഞ് പോവാൻ നിന്ന എൻ്റെ ചേച്ചിയോട് വല്യമ്മയുടെ വക ഒരു ഉപദേശം, മോളെ ഭർത്താവിനെ നീ കൺകണ്ട ദൈവത്തെ പോലെ കാണണമെന്ന്. ആ കള്ളക്കിളവി കഴിഞ്ഞ ആഴ്ച എൻ്റെ മാമ പണിയെടുത്ത കാശ് കൊണ്ട് കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് മാമന്റെ മൂത് പിടിച്ച് കുളമാക്കിയ തള്ളയാ. ഇനി എൻ്റെ മാമന്റെ ശരീരത്തിലാകെ ആ ലിവർ ഇരിക്കുന്ന ഭാഗം മാത്രമേ ഉള്ളൂ ഇടിച്ച് പഞ്ചറാക്കാൻ. കാരണം അത് മാമൻ കാണിക്കൂല, കാരണം മാമന്റെ കുപ്പി വെക്കുന്ന സ്പോട്ടാ അത്. കല്യാണം കഴിഞ്ഞ് ചേട്ടൻ്റെ വീട്ടിലോട്ട് വലതുകാല് വെച്ച് കയറാൻ പോയ ചേച്ചിയുടെ കയ്യിലോട്ട് 5 തിരിയിട്ടൊരു നിലവിളക്ക് കൊടുത്തിട്ട് അമ്മാവിയമ്മ ദേ ഇങ്ങനൊരു ചൊറിച്ചില്ല. അപ്പോഴും നമ്മൾ വിചാരിക്കും ഇവരുടെ തലയിൽ നിറച്ച് പേനിരിക്കുന്നെന്ന്. ഒന്നുമല്ല, മറ്റേ ആ സാധനം കിട്ടില്ല. ഏത് വളയേ, നമ്മളിടുന്ന വളയുടെ കനം അനുസരിച്ചിരിക്കും ഇവരുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻ. ഇപ്പം നമ്മൾ നൈസായിട്ടൊരു വളയിട്ട് നോക്കി, ഇത്രേ വരത്തോളൂ. ഇച്ചിരി കൂടെ കനത്തിലാണെങ്കിലോ ഇത്രയും വരെ വരും. പക്ഷെ അത്യാവശ്യം നല്ല കനത്തിലും തൂക്കത്തിലും ഒരു വളയിട്ട് നോക്ക്, 100 വോൾട്ടിന്റെ ബൾബ് അവിടെ നിന്ന് മിന്നി കത്തും. ഇത് കാണുന്ന നാട്ടുകാര് പറയും, ശാന്തേച്ചിക്ക് പുതിയ മരുമോളെയൊക്കെ കിട്ടിയല്ലോ. അവളെന്റെ മരുമോളല്ല, എൻ്റെ സ്വന്തം മോളാണെന്ന്. ഈ മോളോടുള്ള സ്നേഹം കാണണമെങ്കിൽ 1 മാസം കഴിഞ്ഞ് ഇവരുടെ വീടിന്റെ ഏറിയൽ എവിടെങ്കിലും ചെന്നാൽ മതി. ആ പഞ്ചായത്ത് പോലും കേൾക്കാത്ത തെറിയായിരിക്കും വിളിക്കുന്നേ. ഇതുപോലെ ചില മരുമക്കളുണ്ട് കേട്ടാ. ഇതെൻ്റെ അമ്മാവിയമ്മയല്ല, എൻ്റെ സ്വന്തം അമ്മയാണെന്ന്. എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ ഈ അമ്മാവിയമ്മയായിട്ടും മരുമകളായിട്ടും കാണാന്നുണ്ടെങ്കിൽ വലിയ വിഷയങ്ങളില്ലാതെ വീട്ടിലങ്ങ് പൊക്കോളും.
അതുപോലെയാണ് ഈ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് നമ്മൾ അടുക്കളയിലോട്ട് ചെല്ലുമ്പം ഒരു ഗ്ലാസ് ചായ എടുത്തുവരും നമ്മുടെ കയ്യിൽ തരും. എന്നിട്ട് പറയും, മോളെ ഇനി അവൻ്റെ എല്ലാ കാര്യങ്ങളും നീ വേണം നോക്കാൻ. ഈ വാക്കം കേട്ട് പിറ്റേന്ന് അടുക്കളയിൽ എങ്ങാനും ചെന്നാ വന്ന് കയറിയില്ല, അടുക്കള ഭരണമൊക്കെ അവളങ്ങ് ഏറ്റെടുത്തെന്ന്. അതുപോലെ കേട്ടോ, കല്യാണം കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ ആണുങ്ങൾക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും. നമ്മളതങ്ങ് മുതലെടുക്കുകയും ചെയ്യും. ഈ രാത്രി സമയങ്ങളിലൊക്കെ ഇവർ നമ്മളോടൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പിണങ്ങും അല്ലേ. അപ്പോൾ ഈ പെണ്ണുങ്ങൾ കാണിക്കുന്ന ആദ്യത്തെ പരിപാടി എന്തോന്നറിയാവോ? പിന്നെ നമ്മൾ ബെഡിൽ കിടക്കൂല, നൈസായിട്ടൊരു പായൊക്കെ തറയിലോട്ടിട്ട് ധവനേതാണ് നമുക്കറിയത്ത് പോലും ഇല്ലെന്നുള്ള ചടങ്ങി തിരിഞ്ഞ് ഒറ്റ കിടപ്പാ. കാരണം നമ്മക്കറിയാം എന്തോ ധവൻ വിളിക്കാൻ വരുമെന്നുള്ളത്. 10 മിനിറ്റ് കഴിയണ്ട, മോളെ ചക്കരെ പൊന്നെ തേനേന്ന് പറഞ്ഞു വരും. പക്ഷേ നീയൊക്കെ 1 കൊല്ലം കഴിഞ്ഞ് കിടന്നു നോക്ക്, അവിടെ കിടക്കത്തേ ഉള്ളൂ. മോളേന്ന് വിളിക്കുന്നതിന്റെ ഫ്രണ്ട് ഈ വേറെ വല്ലതൊക്കെ കൂട്ടിച്ചേർത്തിട്ടായിരിക്കും അവരെ വിളിക്കുന്നത്. ആ സമയത്തൊക്കെ ഇവരെ നമ്മളോട് ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെടുവാണെങ്കിൽ അന്നേരം നമ്മൾ കരയും. കുറച്ച് നാൾ കഴിയുമ്പോഴേ ഇത് നേരെ അങ്ങ് തിരിയും. നമ്മൾ ദേഷ്യപ്പെടും, ഇവർ കരയുന്ന പരുവം വരെ എത്തിക്കുകയും ചെയ്യും. കാര്യം ഇടയ്ക്കാണെങ്കിലും ഈ ആണുങ്ങളെക്കായി ഒരല്പം ഓർമ്മശക്തി കൂടുതൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് തന്നെ കേട്ടോ. അതെന്താണെന്നറിയാവോ? ചേച്ചിക്കറിയാവോ? അതെ, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇവരോട് വഴക്ക് കൂടുമല്ലോ, വളരെ ശക്തമായ വഴക്ക് കൂടുന്ന സമയത്ത് ഈ മണ്ടന്മാർ ഇന്നലത്തെ മെനങ്ങാന്നത്തെ ഇല്ലേ കഴിഞ്ഞ ആഴ്ച വരെയുള്ള കാര്യങ്ങൾ പറയും. പക്ഷേ നമ്മൾ പെണ്ണുങ്ങൾ 10 കൊല്ലം മുൻപുള്ള കാര്യം വരെ അന്നേരം വിളിച്ചു പറയും. നീ ഇന്ന ദിവസം ഇന്നടത്ത് വെച്ച് എന്നോട് ഇന്നത് പറഞ്ഞില്ലയോ, അവൻ നാണ്ടടെ വായും പൊളിച്ച് മേലോട്ട് നോക്കി നിൽക്കും. അങ്ങനെ പറഞ്ഞായിരുന്നില്ലേ, അവന് പോലും അറിയത്തില്ല. ഈ കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ നെറ്റിയിലൊരു ചുമന്ന പൊട്ട് തൊടും. എന്തിനാണെന്നറിയാവോ? കല്യാണം കഴിഞ്ഞെന്ന് അറിയിക്കാനല്ല, ഇതെല്ലാം ഇവിടെ റെക്കോർഡാണെന്ന് തെളിയിക്കാനാ. കല്യാണത്തിന് മുന്നൊക്കെ ഇവര് നമ്മളെ ഒരു 10, 15, 20 പ്രാവശ്യമൊക്കെ വിളിക്കാറുണ്ടല്ലേ. പക്ഷേ ഇപ്പൊ ഇവന്റെയൊക്കെ ഒരു കോള് കാണണമെങ്കിൽ മഷിയിട്ട് നോക്കിയാൽ പോലും കാണത്തില്ല. ഇപ്പൊ തന്നെ ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ആദ്യ സമയത്തൊക്കെ ഞാൻ വിളിക്കുമ്പം എന്നാടി വിളിച്ചേ എന്നൊരു ചോദ്യമോ എനിക്കാണെങ്കിൽ ചോറ് ഞങ്ങൾ കയറി വരും. ഓഹോ, അപ്പൊ ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എടി ഞാൻ അതുകൊണ്ട് പറഞ്ഞല്ലേ. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ നിങ്ങളെ വിളിക്കൂല, ഫോൺ അങ്ങ് കട്ട് ചെയ്യും. പക്ഷെ ഞാൻ അന്തസ്സുള്ളോളാ, വിളിക്കൂല കേട്ടാ. നൈസായിട്ട് മെസ്സേജ് അയക്കും. എന്നാലും ചേട്ടാ, ചേട്ടൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, നേരത്തേക്ക് എന്നാ സ്നേഹമായിരുന്നു ചേട്ടനെന്ന്. അതുകൊണ്ട് ഇപ്പം വിളിക്കുമ്പം എന്നാടി എന്നുള്ള ചോദ്യം മാറ്റിയിട്ട് ആ പറയടി എന്നുവരെ ആയിട്ടുണ്ട്. ഈ ആണുങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പം ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ? ഈ പെണ്ണുങ്ങളുടെ മുഖം എങ്ങനെ ഇരിക്കണം എന്നുള്ളതായിരിക്കും. നമ്മളിപ്പോൾ ചിരിച്ച് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇന്നത്തെ ദിവസം കുഴപ്പമില്ല, സന്തോഷമാണല്ലോ, വലിച്ചിറക്കി കെട്ടിയാണോ നിന്ന് നോക്ക്, അന്ന് അവൻ്റെ കാര്യം കട്ട പുകയാ, ഒരു മാറ്റവും ഇല്ല. ചില ഭാര്യമാരുണ്ട് ഈ ഭർത്താക്കന്മാരോട് പിണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കൂല. പക്ഷെ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടരുത്. ഞാൻ ആഹാരം കഴിച്ചാൽ അയാളെ മുടിപ്പിക്കും. സത്യമായിട്ടുള്ള കാര്യമോ, അയാൾ അങ്ങനെ ചോദിക്കാൻ നിൽക്കണ്ട. ഈ പൂമുഖവാദികൾ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ എന്ന് കരുതി കല്യാണം കഴിക്കാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നണ്ണ വെറുതെയാ. നിത്യ, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, നല്ല ചിരിയാട്ടോ, നല്ല ചിരിച്ച് നല്ല രസമായിട്ട് നല്ല പ്രസന്റബിൾ ആയിട്ട് പ്രസന്റ് ചെയ്തു. രമേശേട്ടാ, നിത്യ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നിത്യയുടെ ചില സമയത്തൊക്കെ നമ്മളൊരു അവതരണം എന്നുള്ളത് മാറിയിട്ട് ചില ആൾക്കാർ വന്ന് അവനവന്റെ ജീവിതകഥ നമ്മളോട് പറയല്ലേ, അവന് ഞാൻ എന്നൊക്കെ പറയുന്നതിന് ഭയങ്കര ആത്മരോഷം കൊണ്ടും വികാരങ്ങൾ ഉൾക്കൊണ്ടും ഒക്കെയാണ് അവതരിപ്പിച്ചത്. വളരെ നന്നായിട്ട് തോന്നി. എല്ലാ കഥകളും വർക്കൗട്ടായി. അത്യാവശ്യം കുറെ സ്ഥലങ്ങളിൽ നല്ല ചിരികളൊക്കെ ഉണ്ടായിരുന്നു. ഗംഭീരമായി. നിത്യ നല്ല പെർഫോമൻസ് ആയിരുന്നു. സ്റ്റാൻഡപ്പ് കോമഡി എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു മൂവ് അപ്പ് കോമഡി പോലെ എനിക്ക് തോന്നി. വളരെ മൂവ് ചെയ്ത് നിത്യയുടെ ബോഡി ലാംഗ്വേജ് വളരെ ജെനുവിൻ ആണ്. ഉള്ളിലൊന്ന് വെച്ചിട്ട് വേറെ പുറത്ത് കാണിക്കുന്ന, അങ്ങനെ അയ്യോ ഇത് പറയണല്ലോ എന്ന് പറഞ്ഞിട്ട് പറയാൻ ശ്രമിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നുമല്ല, എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ബോഡിയിലും അതേപടി വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതൊരു പ്ലസ് പോയിന്റ് ആണ് നമുക്ക്. എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു നിത്യ. വെരി ബ്യൂട്ടിഫുൾ, വെരി പോസിറ്റീവ്.
ജീവിതത്തിൽ നിന്നൊക്കെ പറക്കിയെടുത്ത കുറെ സംഭവങ്ങൾ ഇങ്ങനെ പറയണത് പോലെ അല്ലേ? വീട്ടിൽ നിന്ന് ഇത് ശരിക്കുള്ളതാണ് അതൊക്കെ? വീട്ടിലൊക്കെ നടന്ന സംഭവങ്ങളാണോ? ഇവിടെയൊക്കെ ചെറുതായിട്ട് ആ, ചേച്ചി എന്ന് ഉദ്ദേശിച്ചതാണ് നമ്മൾ സ്വന്തം നമ്മൾ തന്നെയാണെന്ന് തോന്നണം അല്ലേ? ചേച്ചി എന്നുള്ള ബ്രാൻഡ് അങ്ങോട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അതെ അതെ. പറയാലോ. അപ്പൊ എന്തായാലും നല്ല രസം, നന്നായിരുന്നു. ഇനി ഇതുപോലത്തെ കഥകളൊക്കെ ആയിട്ട് വാ കേട്ടാ. നല്ല പെർഫോമൻസ് ആയിരുന്നു നിത്യ. ഓൾ ദി ബെസ്റ്റ്. മാർക്സ് പിന്നെ അറിയാം. ഓക്കെ.